ഹലോ ചങ്ങായിമാരെ, നമസ്കാരം. ഞങ്ങൾ പുതിയൊരു റിസോർട്ടിലേക്ക് യാത്ര പോവുകയാണ്. അപ്പം ആ റിസോർട്ട് കാണിച്ചു തരാം. അങ്ങ് കാണുന്ന ദി പ്രിൻസസ് ഓഫ് വയനാട് എന്ന റിസോർട്ടിലേക്കാണ് യാത്ര. അപ്പം കൂടെയുള്ളവരെക്കുറിച്ചും കണ്ട കാഴ്ചകളും കാണാത്ത കാഴ്ചകളും, കണ്ടതിൽ മോശവും കണ്ടതിൽ നല്ല കാഴ്ചകളും നമുക്ക് ഷെയർ ചെയ്യാം. അപ്പം ഞങ്ങൾ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്, ഓഫ് റോഡ് വണ്ടി. മെയിൻ റോഡിൽ നിന്ന് റിസോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഓഫ് റോഡാണ്. 2 വണ്ടിയാണുള്ളത്. ഒരു മാരുതിയുടെ A-സ്റ്റാർ കാറും ഒരു മിക്സുമിഷി പജീറുമാണ്. ഞങ്ങൾ ഏതായാലും കാറിലാണ് യാത്ര ചെയ്യുന്നത്. കാരണം തുടക്കം തന്നെ ഓഫ് റോഡ് പോയി നടുവെട്ടണ്ടെന്ന് കരുതിയിട്ട് കാറിൽ ബാക്കിയുള്ളവർ ട്രിപ്പ് അടിക്കുകയാണ്. നമ്മളെ പുറകെ നമ്മളെ മിക്സുമിഷിയും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. നല്ല തണുപ്പ്, അങ്ങായിട്ട് കോടമഞ്ഞുകൾ കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നല്ല കോടമഞ്ഞുകൾ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ കാണുന്നത് പ്രീമിയം വില്ലാസുകളാണ്, മുകളിലും ഉണ്ട്. അപ്പോൾ നമ്മളവിടെ വന്ന് ഇനി നമ്മൾ ചെക്കിങ്ങിനുള്ള നടപടികളൊക്കെ ചെയ്യണം, അതിൻ്റെ തിരക്കിലാണ്. കൂടെ വന്നവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കോട്ടേജിലേക്ക് പോവാണ്. വൈഫും മക്കളും നേരത്തെ കോട്ടേജിൽ എത്തിയിട്ടുണ്ട്. ചെന്ന് നോക്കാലോ. ആരടാ അതെ? അച്ഛൻ്റെ സുമ്പടിയാ? എന്നെടുക്കുന്നു സുമ്പടി. മാഷ കിട്ടി? എവിടെ എനിക്ക് മാഷ കിട്ടി? അതെ, എന്തൊരു തണുപ്പാ. നമ്മളിവിടെ സ്ഥലം കാണാൻ വേണ്ടി ഒരു ഹൈറ്റിലേക്ക് കയറിയതാണ്. റൂമിന് വിശ്രമം കഴിഞ്ഞ് ഇനി കുറച്ച് സമയം സ്വിമ്മിംഗ് പൂളിലും പ്ലേ ഗ്രൗണ്ടിലേക്കൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി ഇറങ്ങിയതാണ്. സ്വിമ്മിംഗ് പൂളിൽ നിങ്ങൾ കളിക്കാൻ പോന്നോ? ലീക്ക് ഉണ്ടാവും. ഓ, പണ്ട് മുതലേ പൊളിയ സാധനമായിരിക്കും ചിലപ്പോ. അല്ല, ഇത് മറ്റേ ഇപ്പൊ കഴിച്ചെങ്കിലേ ഒരു തോർപ്പുണ്ടാവും. ഇതിൽ ഊറ് കേട്ട അടിപൊളി. ഇതാണ് നമ്മളെ റിസോർട്ടിൻ്റെ രാത്രി കാഴ്ച. ഇതിങ്ങനെ ഓരോ കോട്ടേജുകളാണ്. അതിൽ 204 എന്നുള്ള കോട്ടേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വെച്ചോ, എങ്ങനെയുണ്ട് കിച്ചുട്ടാ? എങ്ങനെയുണ്ട്? നല്ല ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അടിപൊളിയല്ലേ? ഇവിടെ വയനാടിനെ സൂചിപ്പിക്കുന്ന ആന പ്രത്യേകമായിട്ട് ഇവർ സജ്ജീകരിച്ചാന്ന് തോന്നുന്നു. ഓ, അടിപൊളി 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 അടിപൊളി. പിന്നെ മക്കളെവിടെ പോയാലും മാഷ കാണലാണ്. ഇത് ഈ ഓറഞ്ചിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിപ്പം ഇവിടുത്തെ തോട്ടത്തിൽ നിന്ന് പറിച്ചതാണ്. ഓറഞ്ച് മാത്രമല്ല, ഒരുപാട് ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പറിക്കാം. അല്ലേ ചൂട്ടാ? യെസ്. ഇത് നമ്മുടെ പുറം കാഴ്ചകൾ കണ്ടേ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അങ്ങ് കാണുന്നതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള്, പ്ലേ ഏരിയ. പിന്നെ ഇതിൽ പറഞ്ഞറിയിക്കാൻ അല്ലെ കണ്ടറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവിടുത്തെ കാലാവസ്ഥ. അടിപൊളി തണുപ്പാണ്, കുളിര് കോരുന്ന തണുപ്പ്. ചീവീടുകൾ കരയുന്നു. നമ്മൾ വന്ന വഴിയാണിത്. ഓക്കെ, അടിപൊളിയല്ലേ? അങ്ങനെ ഈ മാസത്തെ ഫസ്റ്റ് റിസോർട്ട്. ഇപ്പോൾ 18 ദിവസത്തിനിടയിൽ 2ാമത്തെ റിസോർട്ടാണ്. ഒന്ന് സഫ സ്റ്റാഫ് ടൂറ്, ഒന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സൂപ്പർ സ്റ്റോക്കിസ്റ്റായ സ്ലിങ്സ് പ്രൊഡക്റ്റിൻ്റെ കസ്റ്റമർക്കുള്ള ഫാമിലി ടൂറിൻ്റെ കൂടെ ഞാനും പോന്നു. മുഴുവനും തേയിലകളാണ് കേട്ടോ. തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാണ്. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇതിൻ്റെ അപ്പുറം പേരിയ റിസർവ് ഫോറസ്റ്റ്. അതിൻ്റെ ഒരു സൈഡ് റിസർവ് ഫോറസ്റ്റ്, ഒരു സൈഡ് തേയിലത്തോട്ടം. ആ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാണ് നമ്മളെ ഈ അതിമനോഹരമായ പ്രിൻസസ് ഓഫ് വയനാട് എന്ന ഈ റിസോർട്ടുള്ളത്. അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ റൂമിലെ വിശ്രമമൊക്കെ കഴിഞ്ഞ് ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഊട്ടുപുരയിലേക്ക് വന്നിട്ടാണുള്ളത്. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഓ,
ഇപ്പോൾ സമൃദ്ധമായ ഭക്ഷണമാണ് നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. സ്പെഷ്യലായിട്ട് വയനാടൻ ബീഫ് വരട്ടിയത്, അത് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ആക്കിയതാണ്. നമ്പ്യാരെ, എൻ്റെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? എന്താ നമുക്ക് ഒന്ന് എല്ലാവർക്കും വേണ്ടി ഒന്ന് കേൾപ്പിച്ചു കൊടുത്താലോ? വേണ്ടെന്ന് പറയുകയാള്? ഓക്കെ, എന്നാൽ കേൾപ്പിക്കാം. അങ്ങനെ സുന്ദരമായി ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ പുലർക്കാനെ നമ്മളെ ട്രക്കിംഗ് ആണ് പ്ലാൻ ഉള്ളത്. ട്രക്കിങ്ങിന് വേണ്ടി പോവാണ്. അപ്പോൾ രാവിലത്തെ പ്രഭാത കാഴ്ചകളാണ്. നിറയെ മഞ്ഞ് മൂടി തണുത്ത കാലാവസ്ഥ. അടിപൊളി അടിപൊളി. നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നത് നല്ല അടിപൊളി ഓഫ് റോഡാണ്. ഇതിൽ വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് പേടിയാവുന്നുണ്ട്. കാരണം ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തെറ്റിയ വലിയ കുഴിയിലേക്ക് പോകുന്ന പോലത്തെ സ്ഥലമാണ്, അതേപോലത്തെ റോഡാണ്. നമ്മൾ റിസോർട്ടിൽ നിന്ന് കാണുന്ന ആ മലയുടെ മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, റോഡ് വളരെ വളരെ മോശമല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന റോഡ്. വളരെ സാഹസികമായിട്ടാണ് നമ്മളെ ഡ്രൈവർ ചേട്ടൻ നമ്മളെ കൊണ്ടുപോകുന്നത്. വീലുകളിങ്ങനെ കറങ്ങുന്ന ശബ്ദം കേൾക്കാം. വണ്ടി ഇങ്ങനെ തെന്നി 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 തെന്നിയാണ് കയറി പോകുന്നത്. അത് എനിക്കാൻ നല്ല സുഖം തോന്നുന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല ഭയമുണ്ട്. കാരണം ചില സ്ഥലത്തൊക്കെ വലിയ കൊക്കയാണ്. ആ കൊക്കയുടെ സൈഡിലേക്ക് വണ്ടി വലിഞ്ഞു പോകുന്നുണ്ട്. വലിഞ്ഞു പോകുമ്പോൾ പേടിയാവും. പേടിയാവും. കാരണം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ കൊക്കയിലേക്ക് പോകും. അങ്ങനെ നമ്മൾ സാഹസികമായി യാത്ര ചെയ്ത മൊട്ടക്കുന്നിൻ്റെ മുകളിലെത്തി. ഇനി താഴോട്ടേക്ക് എങ്ങനെ ഇറങ്ങിപ്പോകും എന്നാലോചിക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷനും ഉണ്ട്. അങ്ങ് ദൂരത്ത് കാണുന്നത് അതാണ് നമ്മുടെ റിസോർട്ട്. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഞാൻ താമസിച്ചിങ്ങേ അടുത്തുള്ള കോട്ടേജിലാണ്. ഇവിടെ നിന്നാണ് നല്ല രസമില്ലേ? ഇതാണ് നമ്മളെ രാജുവേട്ടൻ. ഹലോ. ഓക്കെ. ഇത് നമ്മളെ സാഹസികമായിട്ട് മിക്സി പജീറോ, ഇതിലാണ് നമ്മളെ ഈ സാഹസിക ട്രിപ്പിൽ അദ്ദേഹം കൊണ്ടുപോണത്. വളരെ ഹാർഡ് റോഡാണ്. രാജുവേട്ടൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് സമ്മതിക്കേണ്ടതാണ്. ഏകദേശം 1 മണിക്കൂറോളം ഇവിടെ ചെലവഴിച്ചു. തിരിച്ചു പോകുന്ന വഴിക്ക് ഫോൺ എടുക്കാൻ മറന്നുപോയി. തിരിച്ചു പോയി ഫോൺ എടുത്തിട്ട് വരികയാണ്. വണ്ടി തിരിച്ചു പോയില്ല, ഞാൻ നടന്നു പോയി. ഇനി മടക്കി യാത്ര. അട്ടയുടെ ശല്യമുണ്ട്, ചെറുതായിട്ടൊക്കെ അട്ട കടിച്ചു, കുഴപ്പമില്ല. വണ്ടി നിരങ്ങുന്നുണ്ട്. വളവിൽ ഫുൾ കട്ടിങ് ആയതുകൊണ്ട് ഒറ്റയടിക്ക് ഓടിച്ചാൽ കിട്ടൂല. ഇവിടെ തെന്നി കളിക്കില്ല. നേരെ ആകുമ്പോൾ കുഴപ്പമില്ല.
ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയും പെയ്യുന്നുണ്ട്. മഴ പെയ്തിട്ട് റോഡിലെ മണ്ണെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട്. മണ്ണൊലിച്ചു പോയി വലിയ കുഴിയുമായിട്ടുണ്ട്. പിന്നെ വണ്ടീൻ്റെ ടയർ സ്ലിപ്പായിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും നല്ല പേടിയുണ്ട് ഇതിലിരിക്കുമ്പോൾ. എന്താണ്? ഓ, അങ്ങനെ നമ്മൾ വീണ്ടും കോട്ടേജിലെത്തി. അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മളെ സ്വിമ്മിങ് പൂള്. അവിടെ ആൾക്കാർ കുളി തുടങ്ങിയിട്ടുണ്ട്. ഫിഷ് ടാങ്ക്. ഇവിടെ നമുക്ക് മീൻ പിടിക്കാം കേട്ടോ. ചൂണ്ടിയിട്ട് മീൻ പിടിക്കാം. അങ്ങ് മൊട്ടക്കുന്നില്ല നമ്മൾ പോയി വന്നതിപ്പോൾ. കാണുന്നുണ്ട് എന്തേലും ഈ ഫ്രൂട്ട്സിന്റെ പേരറിയാം? ആണോ? ഏതായാലും നോക്കാനോ പറിക്കുന്നുണ്ട്. ഞെങ്ങുന്നുണ്ട്. നാരങ്ങ ടൈപ്പ് എന്തോന്ന് തോന്നുന്നു. പുളിയാ 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 നാരങ്ങ. നാരങ്ങ അല്ലത്. നോക്കിയടി, നിറയെ ഫ്രൂട്ട്സ് മരങ്ങളാണ്. ഇതിനിടയിൽ കൂടിയാണ് സ്വിമ്മിങ് പൂളിൽ പോകുന്നത്. ഓറഞ്ച് എന്നാൽ നമ്മൾ ഇവിടുന്ന് ഓറഞ്ച് പറിച്ചത്. അൺസീസൺ ആയതുകൊണ്ട്, സീസൺ ആയിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഫ്രൂട്ട്സുകൾ ഇവിടുന്ന് പറിച്ച് തിന്നാം. പേരക്ക, വിയറ്റ്നാം പ്ലാവ്, ഏത് എന്തൊക്കെയോ ഫ്രൂട്ട്സുകളാ. ഇതെന്ത് എന്തോ പേര ആയിരിക്കും. നമ്പ്യാർ സഞ്ചി എടുത്ത് വന്നത് ഫ്രൂട്ട്സുകൾ പറിക്കാനല്ലേടി? ഓക്കെ. നിലത്ത് മുട്ടിക്കിടക്കുന്ന പേരക്ക. ഇതൊക്കെ വലുതായി കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കാണാനല്ലേ. അടിപൊളി. പഴുത്തിനോ? ഇതിൽ നിലത്ത് വീണു. ഇതാണ് മാംഗോസ്ട്രീയുടെ തൈകൾ. തൈയല്ല, എനിക്കൊന്നും ഇത് കായ്ച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. താഴെ ഒരെണ്ണം കായ്ച്ചിട്ട് കണ്ടിരുന്നു. റംബൂട്ടാൻ കായ്ച്ചു കഴിഞ്ഞു. വ്യത്യസ്തമായ ഒരു പഴം കാണിച്ചു തരാം. ഇത് പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ഒരു പ്രത്യേക രൂപം. ഇതിന്റെ പേരറിയുന്നവർ ഉണ്ടെങ്കിലും ഒന്ന് പറയണേ, മറക്കല്ലേ. പുഴുവാ. ഹോട്ടലിലും റിസോർട്ടിലും പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം പരിപാടി ആരംഭിച്ചു. അവിടെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. ടൂത്ത് ബ്രഷൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കൊണ്ട് ഫ്രഷ് ടൂത്ത് ബ്രഷും ഷാമ്പുവും മറ്റ് അലക്കുലത്തൊക്കെ വീട്ടിലേക്ക് എടുക്കാൻ തീരുമാനിച്ചു. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവർ യൂസ് ചെയ്യുന്നില്ല, കളയുള്ളൂ. അതിൽ നല്ല നമുക്ക് കൊണ്ടുപോയി ഉപയോഗിക്കാമല്ലോ. നമുക്ക് യൂസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നത് കൊണ്ട് ഇതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ മടങ്ങാനുള്ള ടൈമായി. അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. നമ്മുടെ ടീംസുകളെല്ലാം എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഉച്ചഭക്ഷണം കഴിച്ചിട്ടാണ് മടക്കയാത്ര. ബോട്ടുപുരിയിൽ നമ്മളെ ഭക്ഷണങ്ങൾ തയ്യാറായി. നാടൻ വിഭവമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ പ്രിൻസസ് ഓഫ് വയനാടിനോട് ഞങ്ങളെ സ്ലിങ്സ് ഫാമിലി അംഗങ്ങൾ യാത്ര പറഞ്ഞ് വീട്ടിലേക്കുള്ള മടക്ക യാത്രയാണ്. മഞ്ഞ് കാണണമെങ്കിൽ നോക്കിക്കോ.
ഈ സമയത്ത് മഞ്ഞിറങ്ങി രാവിലെ കാണാത്ത ഇപ്പൊ കാണാം. മടക്ക യാത്രയിലെ ഈ മനോഹരമായ സ്ഥലം ഏതാണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യുന്നത്, ശരി പറയുന്നവർക്ക് സ്ലിങ്സിൻ്റെ വക ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സ്ഥലം അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ, മറക്കല്ലേ. അങ്ങനെ സുന്ദരമായ 2 ദിവസം സമ്മാനിച്ച സ്ലിങ്സ് കുടുംബാംഗങ്ങളോടൊപ്പം യാത്ര ചെയ്ത് വീട്ടിൽ മടങ്ങിയെത്തി. എല്ലാവർക്കും നല്ലത് നേരുന്നു.